വിക്രമാദിത്യനും വേതാളവും ഈ കഥകൾ കേട്ട് വളരാത്തവരായി മലയാളികളിലും ഇന്ത്യക്കാരിലും ആരും ഉണ്ടാവില്ല. ഗുണപാഠ കഥകളിലും വായ്മൊഴിയായും മുത്തശ്ശിമാരിൽ നിന്നും നമ്മൾ കേട്ടു വളർന്ന കഥകളിലൊന്നാണ് വിക്രമാദിത്യൻ്റെയും വേതാളത്തിൻ്റെയും കഥ. അമർ ചിത്രകഥകൾ മാത്രം കേട്ട് കേട്ട് പഴകിയ ആ കഥകൾക്ക് പിന്നിൽ നമ്മളാരും അറിയാത്ത വലിയൊരു ഐതിഹ്യമുണ്ട്. അമർ ചിത്രകഥകളിലെ വെറുമൊരു മരത്തിൽ തലകീഴായി കെട്ടിത്തൂങ്ങിക്കിടക്കുന്ന ആ വേതാളത്തിനപ്പുറം ഭദ്രകാളിയുടെ വാഹനമായി മാറിയ വേതാളത്തിൻ്റെ ഒരു കഥയുണ്ട്. വരൂ, ഒരു കഥ പറയാം. കേരളത്തിലെ ഭദ്രകാളി അല്ലെങ്കിൽ കൊടുങ്ങല്ലൂർ അമ്മയുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങളിൽ വേതാളം വെറുമൊരു പ്രേതമല്ല, മറിച്ച് കോടിക്കണക്കിന് അസുരപ്പടയെ നേരിടാൻ ദേവിയെ സഹായിച്ച അതിശക്തനായ പടക്കുതിരയാണ്. കേരളത്തിലെ ശാക്തേയ ഐതിഹ്യപ്രകാരം ധാരികൻ എന്ന അസുര ചക്രവർത്തി ബ്രഹ്മാവിൽ നിന്നും കഠിന തപസ്സിലൂടെ പുരുഷന്മാരാൽ വധിക്കപ്പെടില്ല എന്ന അജയ്യമായ വരം നേടിയിരുന്നു. ഈ വരബലത്തിൽ അഹങ്കരിച്ച് ധാരികൻ 33 കോടി ദേവന്മാരെയും ദ്രോഹിക്കുകയും യജ്ഞങ്ങൾ തടസ്സപ്പെടുത്തുകയും ചെയ്തപ്പോഴാണ് പരമശിവൻ തൻ്റെ തൃക്കണ്ണിലെ അഗ്നിയിൽ നിന്നും രൗദ്രരൂപിയായ ഭദ്രകാളിയെ സൃഷ്ടിക്കുന്നത്. ധാരികൻ്റെ അതിവിശാലമായ കോട്ടയിലേക്ക് യുദ്ധത്തിന് പുറപ്പെടും മുമ്പ് കോടിക്കണക്കിന് വരുന്ന ഭൂതഗണങ്ങളെയും വഹിക്കാൻ കെൽപ്പുള്ള ഒരു വാഹനത്തെ ദേവിക്ക് ആവശ്യമായി വന്നു. അപ്പോഴാണ് കൈലാസ പർവ്വതത്തിൻ്റെ അഗാധമായ താഴ്വരകളിൽ വസിച്ചിരുന്ന പർവ്വത സമാനമായ ശരീരമുള്ള ഉഗ്രരൂപിയായ വേതാളത്തെ ശിവൻ കാളിക്കായി നിയോഗിക്കുന്നത്. തനിക്കും തൻ്റെ സൈന്യത്തിനും ഇരിക്കാൻ പുറത്തിടമുണ്ടോ എന്ന് കാളി ചോദിച്ചപ്പോൾ ദേവിയെയും സർവ്വ സൈന്യത്തെയും ചുമലിലേറ്റാൻ തനിക്ക് സാധിക്കുമെന്ന് വേതാളം ഗർജനത്തോടെ ഉറപ്പു നൽകി. എന്നാൽ കോടിക്കണക്കിന് വർഷങ്ങളായി കടുത്ത വിശപ്പിലായിരുന്ന വേതാളം ദേവിയോട് ഒരു നിബന്ധന വെച്ചു. ഈ മഹായുദ്ധത്തിൽ തനിക്ക് തിന്നാൻ എന്തു തരും എന്നതായിരുന്നു അത്. ധാരികൻ്റെ വധത്തിന് ശേഷം അവൻ്റെ ഉദരത്തിലെ കരളും ഹൃദയവും വിശപ്പടക്കാൻ നൽകാമെന്ന് ദേവി വേതാളത്തിന് വാഗ്ദാനം ചെയ്തു. പരമശിവൻ നൽകിയ 18 തരം ദിവ്യ ആയുധങ്ങളുമായി ഭദ്രകാളി വേതാളപ്പുറത്തിരുന്ന് ധാരികൻ്റെ കോട്ടയിലേക്ക് ഇരച്ചു കയറി. പിന്നീട് 7 പകലുകളും 7 രാത്രികളും നീണ്ടുനിന്ന അതിഭയങ്കരമായ യുദ്ധമാണ് അവിടെ നടന്നത്. ധാരികൻ്റെ മാന്ത്രിക വരങ്ങൾ കാരണം ഓരോ ദിവസത്തിൻ്റെ ഒടുവിലും ഒരു ആനയുടെ ശക്തി വേതാളത്തിന് നഷ്ടപ്പെടുമായിരുന്നെങ്കിലും ലക്ഷക്കണക്കിന് അസുരപ്പടയാളികൾ അവന് കാവലായി ഉണ്ടായിരുന്നു. വേതാളം തൻ്റെ കൂറ്റൻ ചിറകുകളും നഖങ്ങളും കൊണ്ട് അസുരപ്പടയെ ഒന്നടങ്കം ചവിട്ടിമെതിച്ചാണ് ഭദ്രകാളിക്ക് മുന്നേറാൻ വഴിയൊരുക്കിയത്. ഒടുവിൽ 8-ാം ദിവസം യുദ്ധം അതിൻ്റെ അന്ത്യഘട്ടത്തിലെത്തിയപ്പോൾ ഭദ്രകാളി ധാരികനെ വായുവിലേക്ക് ഉയർത്തി വേതാളത്തിൻ്റെ ഭീമാകാരമായ നാവിൻ തുമ്പിലേക്ക് എറിഞ്ഞുകൊടുത്തു. വേതാളം ധാരികനെ നാവിൽ ഉറപ്പിച്ചു നിർത്തുകയും ദേവി തൻ്റെ മൂർച്ചയേറിയ നഖങ്ങൾ കൊണ്ട് അവനെ കീറിമുറിച്ച് ചോര കുടിക്കുകയും ചെയ്തു. ദേവി ധാരികൻ്റെ തലയെറുത്ത് ശിവന് സമർപ്പിക്കുകയും ബാക്കി ശരീരഭാഗങ്ങൾ ഭൂതഗണങ്ങൾക്ക് നൽകുകയും ചെയ്ത ശേഷം താൻ കൊടുത്ത വാക്ക് പാലിച്ചുകൊണ്ട് ധാരികൻ്റെ കരളും ഹൃദയവും വേതാളത്തിന് വിശപ്പടക്കാൻ സമ്മാനിച്ചു. കേരളത്തിലെ പടയണി, മുടിയേറ്റ് തുടങ്ങിയ അനുഷ്ഠാന കലകളിൽ ഇന്നും ഈ വേതാളത്തിൻ്റെ ഭയപ്പെടുത്തുന്ന കോലങ്ങൾ ധാരികവധത്തിൻ്റെ ഓർമ്മപ്പെടുത്തലായി കെട്ടിയാടാറുണ്ട്. മറുഭാഗത്ത് ഭാരതീയ പുരാണങ്ങളിലെയും കഥാ സരിത്സാഗരത്തിലെയും വേതാളം എന്നത് തികച്ചും വ്യത്യസ്തമായ ഒരു പരകായ പ്രവേശന ശക്തിയാണ്. കൃത്യമായ സംസ്കാര ചടങ്ങുകൾ നടക്കാത്ത മൃതദേഹങ്ങളിൽ പ്രവേശിച്ച് അവയെ പുനർജീവിപ്പിക്കുന്ന അദൃശ്യനായ ഒരു ഭൂതമാണ് വേതാളം. പാശ്ചാത്യ കഥകളിൽ വാമ്പയർ ചോര കുടിച്ച് മനുഷ്യരെ ഭീകരസത്വമാക്കി മാറ്റുമ്പോൾ വേതാളത്തിന് സ്വന്തമായി ഒരു ഭൗതിക ശരീരമില്ല. അത് ശവങ്ങളെ വെറുമൊരു തോടായി ഉപയോഗിച്ച് രാത്രികാലങ്ങളിൽ ശ്മശാനങ്ങളിൽ നാശമുണ്ടാക്കുകയും ഗർഭിണികളിൽ ഗർഭമലസൽ ഉണ്ടാക്കുകയും മനുഷ്യരെ ഭ്രാന്ത് പിടിപ്പിക്കുകയും ചെയ്യുന്ന വില്ലനായാണ് പൊതുവെ ചിത്രീകരിക്കപ്പെടുന്നത്. എന്നാൽ 8-ാം നൂറ്റാണ്ടിൽ ഭവഭൂതി സംസ്കൃതത്തിൽ പുനരാവിഷ്കരിച്ച ബൈതാൽ പച്ചീസി എന്ന വിക്രം വേതാളം കഥകളിൽ ഈ ക്രൂരനായ ഭൂതം തികച്ചും തന്ത്രശാലിയായ ഒരു കഥ പറച്ചിലുകാരനും നീതിമാനുമായി മാറുന്നു. ശാന്തിശീലൻ എന്ന കപടയോഗി
വിക്രമാദിത്യ രാജാവിനെ വധിക്കാനുള്ള താന്ത്രിക പൂജയ്ക്കായി ശ്മശാനത്തിലെ മരത്തിൽ തൂങ്ങിക്കിടക്കുന്ന വേതാളത്തിൻ്റെ ശരീരം കൊണ്ടുവരാൻ രാജാവിനോട് ആവശ്യപ്പെടുന്നിടത്താണ് ഈ കഥ ആരംഭിക്കുന്നത്. വിക്രമാദിത്യൻ ഓരോ തവണയും മരത്തിൽ നിന്നും വേതാളത്തെ ചുമലിലേറ്റി നടക്കുമ്പോഴും വേതാളം രാജാവിനോട് ഓരോ സങ്കീർണമായ കഥകൾ പറയാൻ തുടങ്ങി. കഥയുടെ ഒടുവിൽ രാജാവിൻ്റെ ബുദ്ധിശക്തിയെ പരീക്ഷിക്കുന്ന ഒരു നീതി ചോദ്യം വേതാളം ചോദിക്കും. കൂടെ ഒരു നിബന്ധനയും വയ്ക്കും. ഉത്തരമറിഞ്ഞിട്ടും അഹങ്കാരിയായി വിക്രമാദിത്യൻ മിണ്ടാതിരുന്നാൽ അവൻ്റെ തല പൊട്ടിത്തെറിക്കും. എന്നാൽ ഉത്തരം വായ് തുറന്ന് പറഞ്ഞാൽ വേതാളം തിരികെ പറന്ന് മരത്തിൽ കയറും. തൻ്റെ അസാധാരണമായ ബുദ്ധിയും നീതിബോധവും കാരണം വിക്രമാദിത്യന് എല്ലാ ചോദ്യങ്ങൾക്കും കൃത്യമായ ഉത്തരം പറയേണ്ടി വരികയും 24 തവണയും വേതാളം മരത്തിലേക്ക് തിരികെ പറക്കുകയും ചെയ്തു. ഒടുവിൽ 25ാമത്തെ കഥയിൽ അത്യന്തം സങ്കീർണമായ ഒരു കുടുംബബന്ധത്തിൻ്റെ ചോദ്യത്തിന് മുന്നിൽ ഉത്തരം കിട്ടാതെ രാജാവ് മൗനം പാലിച്ചപ്പോൾ വേതാളം സന്തുഷ്ടനായി. രാജാവിൻ്റെ ക്ഷമയിലും വിവേകത്തിലും മതിപ്പ് തോന്നിയ വേതാളം യോഗി ശാന്തിശീലൻ വിക്രമാദിത്യനെ ബലി നൽകാൻ പ്ലാൻ ചെയ്തിരിക്കുകയാണെന്ന രഹസ്യം വെളിപ്പെടുത്തുകയും യോഗിയെ എങ്ങനെ വധിക്കണമെന്ന് രാജാവിനെ പഠിപ്പിച്ച് അവൻ്റെ ജീവൻ രക്ഷിക്കുകയും ചെയ്തു. രൗദ്രഭാവമുള്ള ഒരു യുദ്ധമൃഗത്തിൽ നിന്നും ചോര കുടിക്കുന്ന പ്രേതത്തിലേക്കും അവിടെ നിന്ന് മനുഷ്യൻ്റെ ജീവൻ രക്ഷിക്കുന്ന അറിവിൻ്റെ പ്രതീകമായ ഒരു തന്ത്രശാലിയിലേക്കും വേതാളം എന്ന സങ്കല്പം മാറിയത് ഇന്ത്യൻ പുരാണങ്ങളിലെ ഏറ്റവും വലിയ വൈവിധ്യമാണ് നമ്മളോട് പറഞ്ഞു വയ്ക്കുന്നത്.